എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇത്തിരി സ്പെഷ്യൽ അപ്ഡേറ്റ്സുകളാണ്. അതായത് മമ്മൂക്കയുടെ സിനിമയുടെ അപ്ഡേറ്റ്സുകൾ മാത്രമാണ് ഈ ഒരു കീഴിലുള്ളത്. യെസ്, സ്പെഷ്യലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ തന്നെയാണ്. എക്സ്ക്ലൂസീവ് സംഭവങ്ങളുണ്ട്. വിഷമമുണ്ടോ? സത്യമായിട്ടും വിഷമമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ വഴി നടന്നോളും. എന്നാലും പെട്ടെന്ന് കേട്ടപ്പം ഒരു ഇല്ലേ ഒന്ന് ഞെട്ടി. അതായത് ഒരു വലിയ ന്യൂസ് കേട്ടിട്ട് ഞെട്ടിത്തരിച്ചു. അയ്യോ, അതൊക്കെ ഇല്ലാതാവാന്ന് പറഞ്ഞാലേ അതും പഠിക്കൽ വെച്ചിട്ട് ഈ കാലം എടുക്കാന്ന് പറഞ്ഞാൽ. അല്ലേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്, അപ്ഡേറ്റ്സ് ആണ് കൊടുക്കാൻ പോണത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം പോസിറ്റീവ് ആയിട്ടുള്ളതുണ്ടോ? പോസിറ്റീവ് ഇല്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നുമില്ല. ഈ വീഡിയോയില് ഒരു 4-5 സിനിമയെ കുറിച്ച് പറയുന്നുണ്ട്. അതെ അതെ, എല്ലാം നെഗറ്റീവാ. സത്യം. അത് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാലേ ആ ഒരു സമാധാനത്തിൽ കാണാലോ. എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്തായാലും നമുക്ക് ആദ്യം ടെർബോയിൽ നിന്ന് തുടങ്ങാം. ടെർബോ നമ്മുടെ വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. മമ്മൂക്കയുടെ പ്രത്യേക തരം ഒരു വെറൈറ്റി അടിപ്പടം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടിവെട്ട് ജോസ്. അടിപിടി ജോസ്. ഓക്കെ, എന്തായാലും ജോസേട്ടൻ്റെ ടീസർ ഈ ഈസ്റ്ററിന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറി പെരുന്നാളിനായി. ഇപ്പോൾ പറയാൻ പോകുന്ന ന്യൂസ്, ടെർബോ സിനിമ റിലീസ് ഡേറ്റ് പറഞ്ഞിരുന്നത് മെയ് 9-നായിരുന്നു. ഇത് റിലീസ് ഡേറ്റ് അവർ അനൗൺസ് ചെയ്തതല്ല കേട്ടോ. അതായത് ഇവർ തിയേറ്ററിലൊരു ഡേറ്റ് ലോക്കാക്കുമല്ലോ, എന്നിട്ട് എഗ്രിമെൻ്റ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവർ ലോക്കാക്കിയ ഒരു ഡേറ്റ് ആയിരുന്നു മെയ് 9. മെയ് 9 റിലീസ് ഡേറ്റ് ആണ്, അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും മെയ് 9-ന് സിനിമ വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. മേ ബി സാധ്യത ഉണ്ട് മുന്നോട്ട് നീങ്ങി പോകാൻ. സന്തോഷമായപ്പോ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് അടിച്ചപ്പോൾ സന്തോഷം കിട്ടിയില്ലേ? അത് തന്നെയാണ് ഇനി വരാൻ പോണതൊക്കെ ഇത് തന്നെ. എന്തായാലും ടീസർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ടീസർ മേ ബി, അതായത് റിലീസ് ഡേറ്റ് മാറിക്കഴിഞ്ഞാൽ ടീസറും റിലീസ് ഡേറ്റ് മാറും. ഉറപ്പല്ലേ? താമസിക്കും, പെരുന്നാളിന് വരില്ല. ഇല്ല എന്ന് പറയാനല്ലാണ്ട് നിന്റെ നാക്ക് വേറൊന്നിനും വരൂലേ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ അടുത്തതും കൂടി പറഞ്ഞു കൊടുക്കുക. മഹേഷ് നാരായണൻ മമ്മൂക്ക മൂവി, അതായത് മമ്മൂക്കയുടെ വമ്പൻ ചിത്രം, ബിഗ് ബഡ്ജറ്റ് മൂവി, മൾട്ടി സ്റ്റാർ ചിത്രം. അതായത് മമ്മൂക്ക കൂടെ ഗസ്റ്റ് റോളായിട്ട് നമ്മുടെ സുരേഷ് ഗോപി, പിന്നെ ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തിൽ, ചാക്കോച്ചൻ പ്രധാന വേഷത്തിൽ, അങ്ങനെ വമ്പൻ താരനിര അണിനിരക്കുന്ന സിനിമയാണ് മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന മഹേഷ് നാരായണൻ മമ്മൂക്ക മൂവിയിൽ. എന്തായാലും സിനിമയുടെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉടനടി ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടിരുന്നത്. വിഷുവിന് എന്തായാലും അനൗൺസ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ വിഷയമുണ്ട്. നമ്മുടെ ഫഹദ് ഫാസിൽ ആളായിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ. അല്ല, അന്ന് നമ്മൾ തന്നെ ഇത് പല പ്രാവശ്യം പറഞ്ഞോളാം, മമ്മൂട്ടി കമ്പനി ചോദിച്ചിട്ടും ആള് കൊടുത്തില്ലായിരുന്നു. അതെ അതെ, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള വാശിയിലായിരുന്നു. പക്ഷേ ഇപ്പൊ കേൾക്കുന്നത് പ്രൊഡ്യൂസറുടെ സ്ഥാനത്തുനിന്ന് പിന്മാറിയിട്ടുണ്ടെന്നാ. ഫഹദ് ഫാസിൽ പിന്മാറി എന്നുള്ളതാണ്. അതായത് ആള് ചെയ്യുന്ന കഥാപാത്രം ആള് തന്നെ ചെയ്യും, അതിന് വേറൊരാളില്ല. പക്ഷേ പ്രൊഡക്ഷൻ ആള് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. ആള് പിന്മാറിയെന്നാണ്. ഇനി മറ്റേതെങ്കിലും പ്രൊഡക്ഷൻ കമ്പനി വരും. അതിനൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. കാരണം മമ്മൂക്കയുടെ സിനിമ, പിന്നെ ഇത്രയും വലിയ താരങ്ങൾ വരുന്ന സിനിമ, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആരും മമ്മൂട്ടി കമ്പനി തന്നെ ചെയ്യാവുന്ന സാധനമുള്ളൂ, ചെയ്യും. പക്ഷെ അത് ഭയങ്കര ബഡ്ജറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇതൊരു 60 കോടി 65 കോടിക്ക് അടുത്തൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞു കേട്ടിരുന്നത്. ഇപ്പൊ ഇത് 100 കോടിക്ക് മുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം അല്ല, വേറൊരു സത്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി സ്റ്റാർ സിനിമ വരുമ്പോ തന്നെ ബഡ്ജറ്റിന്റെ കാര്യത്തില് കോംപ്രമൈസ് ഒന്നും ഉണ്ടാവില്ല. കാരണം നല്ല ബഡ്ജറ്റ് വരും അങ്ങനെ വരുന്ന സിനിമകൾക്ക്. മാത്രല്ല ഏതാണ്ട് കൂടുതലും പുറത്താണ് ഷൂട്ട്. ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, എല്ലാം പുറത്ത് നാട്ടിലുള്ളതാണ് ഷൂട്ട്. അത് അങ്ങനെ വരുമ്പോ തന്നെ ബഡ്ജറ്റ് ഹൈ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന എമ്പുരാൻ സിനിമേന്റെ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞത്, ഏറ്റവും മലയാളത്തിൽ നിന്ന് ഏറ്റവും ബഡ്ജറ്റിൽ വരാൻ പോണ സിനിമ അത് തന്നെയാണ്. അതിന്റെ മുകളിലേക്ക് കയറുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് മുകളിലേക്ക് കയറുന്ന സംശയമാണ്. അതൊരു സത്യം. 200-ന്റെ അടുത്ത് പോയിട്ടുള്ള, അതായത് ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യും. അതാണ് ഞങ്ങള് മുന്നോട്ട് വെക്കുന്ന പല സിനിമകൾക്കും പല സംഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ആന്റണി പെപ്പന്റെ സിനിമയൊക്കെ ഒരു ഷാർക്കിന് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര 30 അടിയോ 20 അടിന്റെ.
അതുപോലെ നമ്മുടെ എമ്പുരാന് വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഇപ്പോൾ എമ്പുരാൻ ഉണ്ട്. ഇനി പുതിയതായിട്ട് ഒരു രാജ്യം ഉണ്ടാക്കാൻ പോകണമെന്നാണ് കേട്ടത്. രാജു ഒരു രാജ്യം ഉണ്ടാക്കാൻ പോകുന്നു. എന്താണെങ്കിലും കൊള്ളാം. അതേപോലെ ആയിരിക്കും ഇപ്പം മമ്മൂക്ക സിനിമേന്റെ ഈ പ്രൊഡക്ഷൻ ഭാഗത്തു നിന്നാണ് ഫഹദ് പിന്മാറിയിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. കഥാപാത്രം ആള് തന്നെ ചെയ്യാം, ആള് തന്നെ ചെയ്യും. എന്തായാലും പ്രധാനപ്പെട്ട വലിയ സിനിമകൾ ചെയ്ത വമ്പൻ വലിയ പ്രൊഡക്ഷൻ കമ്പനികൾ അണിനിരന്നിട്ടുണ്ട്. കാരണം ഈ ഒരു അവസ്ഥ, ഈ ഒരു സിറ്റുവേഷനിൽ മമ്മൂട്ടി സിനിമകളൊക്കെ ആരും രണ്ട് കൈയും നീട്ടിയെടുത്തിട്ടു. അത് ഒരു എന്താ പറയാ, അതിനകത്തൊരു ഉറപ്പുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവരെല്ലാരും ഒരുമിച്ച് വരുമ്പോൾ ചോദ്യമുണ്ട്, ഇത്രയും കോടി മുടക്കിയാലും എന്തുകൊണ്ട് ആ ധൈര്യം അതൊരു സത്യം ഫഹദ് ഫാസിലിന് കിട്ടിയില്ല എന്നുള്ളത്. അത് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആ ധൈര്യം ഒന്നും ഉണ്ടാവില്ല. അത് എല്ലാവർക്കും പൈസ കൂടെ വേണം, ഇത് മുടക്കാൻ സാധനം വേണ്ടേ, ഇതും വേണല്ലോ. എന്താണ് പക്ഷെ എന്നാലും ആ പ്രേമലുവിന്റെ പൈസയൊക്കെ എവിടെ പോയി? അത് പിന്നെ ഭാവന സ്റ്റുഡിയോ ആണല്ലോ. ആ ശരി, എല്ലാരും ഉണ്ടല്ലോ അല്ലെ. പകുതി ദിലീഷ് പോത്ത കൊണ്ടുപോയി, പകുതി ഫഹദിന്റെ ഫ്രണ്ട്സ് കൊണ്ടുപോയി. ഇത് ഫഹദ് മാത്രം. എന്താണെങ്കിലും ഫഹദ് പിന്മാറി. അതെ, ഇനി അടുത്ത മാത്രം. എന്താണെങ്കിലും സിനിമയുടെ എന്താ അപ്ഡേഷൻ എന്തായാലും വിഷുവിനുണ്ടാവും കേട്ടോ, അങ്ങനെയാണ് കേൾക്കുന്നത്. എന്തായാലും ഷൂട്ടിംഗ് ഏപ്രിലാണല്ലോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിലൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടത്. എന്തായാലും ലാസ്റ്റ് സമയത്ത് ഇങ്ങനൊരു ഇത് വന്നത് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയാം, അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ പിന്മാറാണ്ട് മമ്മൂട്ടി കമ്പനി ഇവർ രണ്ടും ജോയിൻ ചെയ്താൽ മതിയായിരുന്നു അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെ സംഭവിച്ചത്. സംശയങ്ങൾ വന്ന അപ്പൊ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇതൊക്കെ തന്ത്രപരമായിട്ട് ഡീൽ ചെയ്ത് കൊടുത്തേനെ. സാധനം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ കൊടുക്കുന്നത്, പക്ഷെ അതിന്റെ ഇടയിലൂടെ നമ്മുടെ ഈ സാധനം കയറുമ്പോഴാണ് ഇത് മോശമാകുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ മമ്മൂക്ക രഞ്ജൻ പ്രമോദ് മൂവി. അതായത് ഇങ്ങനെ സിനിമ ഏതാണ്ടൊക്കെ കൺഫേം ആണെന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. രഞ്ജൻ പ്രമോദ് ഒരു സിനിമയുടെ കഥ പറഞ്ഞതാണ് മമ്മൂക്കയോട്, മമ്മൂക്ക അതൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ സ്ക്രിപ്റ്റൊക്കെ ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ് കേട്ടിരുന്നത്. എന്തായാലും ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിന് താഴെ 2-3 കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. രഞ്ജൻ പ്രമോദ് മമ്മൂക്ക മൂവി കൺഫേം ആയിട്ടുണ്ടല്ലോ, എന്താ അതിനെക്കുറിച്ച് പുതിയ അപ്ഡേറ്റ്സുകളെന്ന്. നമുക്ക് അങ്ങനെ പുതിയതായിട്ട് അപ്ഡേറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. കൺഫേം ആയിട്ട് ഇതുവരെ ഒഫീഷ്യലി അവരുടെ ഒന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ മമ്മൂക്ക ഓൺലൈൻ ഇഷ്ടപ്പെട്ടു, സ്ക്രിപ്റ്റുമായിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അത് ഉറപ്പിച്ചു എന്നുള്ളത് തന്നെയാണല്ലോ. വന്നേക്കാം അങ്ങനെയുള്ളൂ. പക്ഷേ മുന്നോട്ടുള്ള വളർച്ച എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഒഫീഷ്യലി കൺഫേം ഒന്നും ആയിട്ടില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ അന്നും പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് പല ആൾക്കാരും നിങ്ങൾ മാത്രമേ ഇത് പറയുന്നുള്ളൂ. കതിരവൻ സിനിമ അത് കൺഫേം ആയി മമ്മൂക്ക ഉറപ്പിച്ചു, ഇതുവരെ ഉറപ്പിക്കാത്ത സാധനം കേട്ടോ. കതിരവൻ മമ്മൂക്ക ചെയ്യുന്നില്ല, അത് ഉറപ്പാ. അതിന് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അടുത്തത് ബിലാലിന്റെ അനൗൺസ്മെന്റ് ഈദിന് ആ ദിവസം തന്നെ വരണം. അത് ഞെട്ടിച്ചു. അത് ഇന്നലെ വന്ന ന്യൂസ് ആട്ടോ, കണ്ടിട്ട് സന്തോഷം വന്നാ പൊളിച്ച്. അതിന്റെ കൂടെ മറ്റൊരു സന്തോഷം, അതായത് ലാലേട്ടനും മമ്മൂക്കയും കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച്. അതും ആരുടെ സംവിധാനത്തില്? മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം. നടക്കും. ഇന്നലെ പറഞ്ഞ നടക്കും. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഏപ്രിൽ ഫൂൾ. അത്ര ഉള്ളൂ. ഏപ്രിൽ ഫൂളിന് എല്ലാം നടക്കും. അത് ഇപ്പൊ വേണമെങ്കിൽ മമ്മൂട്ടി ബിലാലിന്റെ സിനിമ വരും, മമ്മൂട്ടിയും പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ ഒരുമിച്ച് ഒരു സിനിമ വേണമെങ്കിൽ വരും. ഏതും പറയാലോ, എന്തും പറയാം. അത് ഇന്നലത്തെ അത് വിശ്വസിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ പറയുമ്പോ ഒക്കെ പറഞ്ഞു, പക്ഷെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞ് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് നടക്കുന്നില്ല. ഇപ്പൊ ഒന്നും അടുത്തൊന്നും നടക്കത്തില്ല. എന്തായാലും ഇന്നലെ വന്ന റൂമേഴ്സ് ഉണ്ടല്ലോ, അത് ഏപ്രിൽ ഫൂളിന്റെ ഭാഗമായിട്ട് ആരൊക്കെ തട്ടിവിട്ടത്, തെറ്റാണത്. ഓക്കെ, ബിലാലിന്റെ അനൗൺസ്മെന്റ് ഉണ്ട് എന്നുള്ളതും തെറ്റായ ന്യൂസ് ആണ്. വരൂല കേട്ടോ. അടുത്തത് എന്തായാലും ഉള്ളത് വരാനുള്ളത് ടർബോന്റെ കാര്യങ്ങൾ അല്ല. അമൽ നീരദിന്റെ ചാക്കോച്ചൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അമൽ നീരദ് ചാക്കോച്ചൻ മൂവി തീർന്നിട്ടില്ല. ഇനി പിന്നെ ജ്യോതിർമയി അതിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ജ്യോതിർമയിയുടെ അമ്മ മരിച്ചു, അതുകൊണ്ട് അവിടെ ഷൂട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ വരാൻ പോണത് അമൽ നീരദും മമ്മൂട്ടി മൂവി വരുന്നുണ്ട്. അത് ഡിസംബറിലേക്ക്. അതെ, അത് ബിലാലല്ല, വേറൊരു സിനിമ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടാവില്ല. എന്താണെങ്കിലും കാത്തിരിക്കാം. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഭയങ്കര നിരാശ. ഇപ്പൊ അടിയിലോ നെഗറ്റീവ് ഗോളികൾ കമന്റ്. സത്യതാണ്. ഇത് നമ്മൾ പറഞ്ഞത്
75% സത്യമായ കാര്യങ്ങളാണ്. ഈ രാജ്യം ഉണ്ടാക്കാൻ പോകുന്നുള്ളതൊക്കെ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് മാത്രം ഒഴിവാക്കിയാൽ മതി. പറ്റൂല, അത് സത്യമായിട്ട്. ബാക്കിയൊക്കെ സത്യ. ഓക്കെ, രാജ്യം ഉണ്ടാക്കുന്നു. രാജ്യം ഉണ്ടാക്കുന്നു. അപ്പൊ എന്തായാലും പോവാണ്, ഉടനെ തന്നെ വരാം. ബൈ. ബൈ.